ഹലോ, നമസ്കാരം. ദേവരാഗം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ദിവസം ചൊവ്വാഴ്ച ദിവസം ഇന്ന് രാവിലെ കുളിയും പ്രാർത്ഥനയും പൂജയും എല്ലാം കഴിഞ്ഞ് എന്ത് ചെയ്ത് ഞാൻ വളരെ സമാധാനത്തിൽ ശാന്തതയിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഞാനൊരു വീഡിയോ ആയിട്ട് ഒരു വീഡിയോ ഇടണം എന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത്. അതായത് ഇപ്പം കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഏതാനും നിമിഷങ്ങൾ, ഏതാനും സമയങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രിസ്മസ് ആഘോഷിക്കുന്ന തിരക്കിലാണ്. അപ്പം കേരളത്തിൽ എവിടെ നോക്കിയാലും സ്റ്റാർ, പിന്നെ എല്ലാ കടകളിലും വീടുകളിലും വർണ്ണങ്ങളുടെയും പുൽക്കൂടുകളുടെയും സ്റ്റാർ, ട്രീ, അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും എന്ത് ചെയ്യും പൂർത്തീകരിച്ച് കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രിസ്മസിനെ വരവേൽക്കാനായിട്ട് എല്ലാവരും കേരളം എങ്ങും ലോകമെങ്ങും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വരവേൽക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പം കേരളത്തിൽ അവിടെ ഇവിടങ്ങളിലുള്ള മലയാളീസ് ആണെങ്കിലും പല രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലായിരിക്കുന്നവരെല്ലാം ക്രിസ്മസ് എന്ത് ചെയ്യുന്നുണ്ട്, ആഘോഷിക്കും. വളരെ ക്രിസ്മസ് ട്രീ ഒരുക്കി നിർഭരമായ നിമിഷങ്ങളായിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത് എല്ലാവരുടെയും ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ നിമിഷങ്ങളിലെല്ലാം. അപ്പോൾ ഓരോ വർഷവും ഓരോ ആഘോഷങ്ങളുണ്ട്. ഓണം, ക്രിസ്മസ്, ന്യൂ ഇയർ, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ദീപാവലി, അങ്ങനെ ഓരോരോ ആഘോഷങ്ങൾ എന്ത് ചെയ്യുന്നു നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും വളരെ മനസ്സിൽ ഹാപ്പിയും സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളാണതെല്ലാം. അപ്പം എനിക്ക് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ കൂടെ ക്രിസ്മസ് എന്ത് ചെയ്യുന്നു കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആഘോഷങ്ങളായിട്ടൊന്നും ഞാൻ എന്ത് ചെയ്യുന്നില്ല, അധികം ആഘോഷങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ആഘോഷങ്ങളൊന്നും ലൈഫിൽ എടുക്കുന്നില്ല. എല്ലാ ദിവസവും എനിക്ക് ആഘോഷങ്ങൾ തന്നെയാണ്. എല്ലാ ദിവസങ്ങളും എനിക്ക് സന്തോഷങ്ങൾ തന്നെയാണ്. ഓരോ ദിവസവും രാവിലെ എണീക്കുമ്പോൾ എനിക്ക് നല്ല മോർണിംഗ് വൈബാണ്. അത് ഞാൻ കിടന്നുറങ്ങുന്നോടും വരെ ആ വൈബ് എനിക്ക് എന്ത് ചെയ്യാറുണ്ട്, ഞാൻ ആസ്വദിക്കാറുണ്ട്. ഞാൻ അതിനെ ആഘോഷിക്കാറുണ്ട് എല്ലാ ദിവസങ്ങളെയും. അപ്പം എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ദിവസങ്ങളില്ല. പക്ഷേ എൻ്റെ ചാനൽ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ക്രിസ്മസ്. എല്ലാവർക്കും രാഗം ചാനലിൻ്റെ ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്കെല്ലാം സന്തോഷത്തോടെ ക്രിസ്മസ് നേരുന്നു. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾ അതായത് 2000 പല വർഷങ്ങൾക്ക് മുമ്പ് യേശുദേവൻ ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തി, അല്ലെങ്കിൽ നമ്മൾ പ്രപഞ്ചത്തിൽ ആരാധിക്കുന്ന ദൈവങ്ങൾ എന്ന് പറയുമ്പോൾ ഹിന്ദു ഇതിൽ ശിവൻ, കൃഷ്ണൻ, ഗണപതി, അങ്ങനെ ഒരുപാട് ദൈവഗണങ്ങളുണ്ട്. ദൈവഗണങ്ങളായിട്ട് ഒരുപാടുണ്ട്. അതുപോലെ ഒരു അവതാരം എടുത്ത ഒരാളാണ് യേശുദേവൻ. വളരെ എന്ത് ചെയ്തു, യേശുദേവനെ കുറിച്ച് പറയുമ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ജനനം ഒരു അത്ഭുതമാണ്. ജനനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദരത്തിൽ ജനിച്ചത് തന്നെ ഒരു അത്ഭുതമാണ്. പിറന്നു വീണത് കാലിത്തൊഴുത്തിലാണ്. അവിടെ നിന്ന് തൻ്റെ ജീവിതം അവസാനിക്കുന്ന കുരിശിലാണ്. അപ്പം ഇങ്ങനെ ഒരുപാട് ത്യാഗമേറിയ ജീവിതത്തിൻ്റെ ഒരു ഉപജ്ഞേതാവാണ് അല്ലെങ്കിൽ യേശു ക്രിസ്തു എന്ന് പറയുന്ന ആൾ. വളരെ ജ്ഞാനവും വളരെ അറിവും വളരെ മറ്റുള്ളവരോട് സ്നേഹിക്കുകയും മറ്റുള്ളവരെ കരുതുകയും ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു യേശുദേവൻ. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭൂമിയിൽ നല്ലവരായിട്ട് ജീവിക്കുന്ന നല്ല മനസ്സിൻ്റെ ഉടമകൾക്ക് സമാധാനം എന്നാണ്. സമാധാനം എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് സമാധാനം ഉണ്ടാക്കാനും സമാധാനം ഉണ്ടാക്കാനും സമാധാനം ആർജിക്കാനും വളരെ മനുഷ്യൻ വിവേകമുള്ളവനും അല്ലെങ്കിൽ മനുഷ്യൻ ശാന്തസ്വരൂപനായിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ സമാധാനം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആർജിക്കാൻ പറ്റുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിൽ ഒരുപാട് ക്രിസ്മസുകൾ കടന്നു പോയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഈ 2024 എന്ന് പറയുന്നത്, കഴിഞ്ഞ 24 എന്ന് പറയുന്നത് വളരെ സങ്കടങ്ങളിൽ വളരെ വേദനയോടുകൂടി ഞാൻ എൻ്റെ നാട് വയനാടാണ്. ഞാൻ എൻ്റെ 24-ാം തീയതി വളരെ സങ്കടത്തോടു കൂടി ഞാൻ ആ ചുരം ഇറങ്ങി പോകുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ അന്ന് തുടങ്ങിയ
ഒരു എന്താ പറയുന്ന ഒരു അന്ന് 2024 കഴിഞ്ഞ വർഷം തുടങ്ങിയ 24 23 കഴിഞ്ഞ 23 തുടങ്ങി ഈ 24 പിന്നിട്ട് ഈ 25 നമ്മൾ കടക്കാൻ പോകുന്നു. ഈ ഒരു നിമിഷം വരെ ഞാൻ അനുഭവിച്ചിരിക്കുന്ന വ്യതകൾ, ഞാൻ അനുഭവിച്ചിരിക്കുന്ന കഷ്ടങ്ങൾ, ഞാൻ പോയ വഴികൾ, പിന്നിട്ട പാതകൾ എന്ന് പറഞ്ഞാൽ അതികഠിനമായിരുന്നു. അതെല്ലാം സന്തോഷത്തോടെ തന്നെ എന്ത് ചെയ്ത് നേരിടാനും സന്തോഷത്തോടെ തന്നെ അതിനെല്ലാം ഓവർകം ചെയ്യാനും ഒരാളുടെ സഹായമില്ലാതെ ദൈവിക സഹായം കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തത്. സഹായം എന്ന് പറയാൻ മാനുഷികമായ ഒരു സഹായമില്ലാതെ ദൈവിക സഹായം കൊണ്ടും ഞാൻ അനുഭവിക്കുന്ന ഈ പ്രെയർ കൊണ്ടും ഞാൻ അനുഭവിക്കുന്ന ഈ പോസിറ്റീവ് എനർജി കൊണ്ടാണ് എനിക്ക് എന്ത് ചെയ്യുക ആ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്യാനായിട്ട് പറ്റിയത്. ഇപ്പോഴും എന്നെ എന്ത് ചെയ്യാണ് ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഞാൻ ഒരു വീട് വാടകയ്ക്കെടുത്തു. ഓക്കെ പോട്ടെ, അത് വിടുന്നു, അത്രയേ ഉള്ളൂ. അത് ഞാൻ ഇതിൽ പറയുന്നില്ല. എന്തായാലും നല്ലൊരു ദിവസം എന്ത് ചെയ്യുന്നില്ല, ഞാൻ എന്ത് ചെയ്യുന്നില്ല, അതിനെ മോശമാക്കണില്ല. അതങ്ങനെ പോട്ടെ. എനിക്ക് അത് വരുന്നിടത്ത് വെച്ച് എന്ത് ചെയ്യാം, കാണാം എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ഞാനും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇനി കുറച്ച് ദിവസങ്ങളൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വർഷം നമ്മളെ വിട്ട് എന്ത് ചെയ്യും, പോകും. ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കും. തിരുപ്പിറവി, യേശുദേവൻ്റെ ബർത്ത്ഡേ, യേശുദേവൻ ജനിച്ച ദിവസം വളരെ സന്തോഷത്തോടെ എന്ത് ചെയ്യുന്നു, കേക്ക് മുറിച്ചും ഭക്ഷണങ്ങൾ ആസ്വദിച്ചും പ്രാർത്ഥനയിൽ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, വരവേറ്റ് ആഘോഷിക്കുന്നു. അതങ്ങ് കടന്നു പോകും. ഒരു ദിവസം കൊണ്ട് അതും കടന്നു പോയി. പിന്നെ അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ പുതിയൊരു വർഷം നമ്മളെ എന്ത് ചെയ്യും, കാത്തിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഒരു കാര്യം നമ്മൾ തീരുമാനം എടുക്കുക. ഈ വർഷം ഇത്രയും കാലം ഞാൻ എൻ്റെ ലൈഫിൽ എനിക്കൊന്നും ആകാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ഇത്രയും കാലം എൻ്റെ ലൈഫിൽ എനിക്കൊന്നും ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ഇത്രയും കാലം എൻ്റെ ലൈഫ് പരാജയമായിരുന്നു, ഇത്രയും കാലം ഞാൻ ഒരുപാട് വഴികളിൽ കൂടെ പോയി, എന്നെ ആരും മനസ്സിലാക്കിയില്ല, അല്ലെങ്കിൽ എന്നെ ആരും സ്നേഹിച്ചില്ല, എനിക്ക് അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം സ്നേഹിക്കാൻ ആദ്യം പഠിക്കുക. നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെയും നിങ്ങളുടെ കണ്ണുകളെയും നിങ്ങളുടെ എല്ലാ അവയവങ്ങളെയും നിങ്ങളുടെ ഒരു തലമുടി പോലും ഉണ്ടെങ്കിൽ അതിനെയും നിങ്ങൾ സ്നേഹിക്കാൻ ആദ്യം നിങ്ങൾ പഠിക്കുക. നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കി നിങ്ങളെ തന്നെ സ്നേഹിച്ച് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് വരുന്നു, മരിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നു. ഇതിനിടയിൽ ഉള്ള ഒരു നാടകമാണ് ഈ ഭൂമിയും ഈ ഭൂമിയിലെ ബന്ധങ്ങളും ഈ ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, മുന്നോട്ട് നമ്മൾ ഒരു പുതിയ വർഷം നമ്മളെ വരവേൽക്കുമ്പോൾ നമുക്ക് ഈ വർഷം എന്തെല്ലാം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ആരെയും ദ്രോഹിക്കാതെ നമുക്ക് ജീവിക്കാം. ഒരു വാക്കുകൊണ്ട് പോലും ഒരു പ്രവൃത്തി കൊണ്ട് പോലും ആരെയും ദ്രോഹിക്കാതെ നല്ല ഒരു തീരുമാനത്തിൻ്റെ ഉടമകളായി അല്ലെങ്കിൽ ഒരു വ്യക്തിത്വങ്ങളായി നമുക്ക് ജീവിക്കാനായിട്ടുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവുക. അപ്പം ഞാൻ ദേവരാഗം ചാനലിൽ ഇതുപോലെ ഇങ്ങനെ വന്നിരുന്ന് സംസാരിച്ചിട്ടില്ല, വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് തരുന്ന നല്ലൊരു സന്ദേശം തന്നെയാണിത്. നല്ലവരായിട്ട് ജീവിക്കുക, നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം സ്നേഹിക്കുക, നിങ്ങളിലുള്ള ഈശ്വര സാന്നിധ്യത്തെ നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങളിലുള്ള ഈശ്വര സാന്നിധ്യം, ഈശ്വരനെ നിങ്ങൾ മനസ്സിലാക്കി ഈശ്വരനിലേക്ക് നിങ്ങളുടെ ജീവിതം അർപ്പിച്ച് അർപ്പണ മനോഭാവത്തോടു കൂടി എന്ത് പ്രവൃത്തി ചെയ്താലും അതിനെ നല്ല ബോധ്യത്തോടു കൂടി ചെയ്യുന്ന പ്രവൃത്തിയിൽ വിശ്വസ്തയോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ രാവിലെ എണീക്കുമ്പോൾ എന്ത് ചെയ്യണം, എണീറ്റ് നിങ്ങൾ ഇരിക്കുന്ന കിടക്കയിൽ തന്നെ ഇരുന്നുകൊണ്ട് നിങ്ങൾ കണ്ണടച്ച് നിങ്ങൾക്ക് ജന്മം തന്ന ദൈവത്തിനെ ഒന്ന് ധ്യാനിക്കുക. ഇന്നത്തെ ഒരു ദിവസം നല്ല രീതിയായി മുന്നോട്ട് പോകാനായിട്ട് ധ്യാനിച്ച് കുളിച്ച് വന്ന് എന്ത് ചെയ്ത് നമ്മുടെ ശുദ്ധിയോടുകൂടി വന്ന് ഒരു വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് ഒരു പൂവാണെങ്കിലും ഭഗവാനെ സമർപ്പിച്ച് കുറച്ച് വെള്ളം ഭഗവാൻ അർപ്പിച്ച് സൂര്യദേവനെ ഒന്ന് കൈയെടുത്ത് പ്രപഞ്ചത്തിനെ ഒന്ന് കൈയെടുത്ത് നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതം സന്തുഷ്ടമാകും. എന്നുവെച്ചാൽ നിങ്ങൾ ഈ താമസിക്കുന്ന ഭൂമി ദൈവത്തിൻ്റെയാണ്. എന്നുവെച്ചാൽ ഞാൻ ഉൾപ്പെടെ താമസിക്കുന്നത് ഭൂമി ദൈവത്തിൻ്റെയാണ്. അപ്പം ദൈവത്തിൻ്റെ പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കുക, ദൈവത്തിനെ നമ്മൾ സ്നേഹിക്കുക, നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങൾ സ്നേഹിക്കുക, ആർക്കും ദ്രോഹം ചെയ്യാതെ നല്ല സന്തോഷമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക.
അങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ തന്നെയാണ് നമ്മുടെ ഉള്ളിലെ ക്രിസ്മസും നമ്മുടെ ഉള്ളിലെ സന്തോഷങ്ങളും നമുക്ക് യഥാർത്ഥമായിട്ട് അനുഭവിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ നിർത്തുന്നു.